കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലാത്ത ഒരു നിയോജക മണ്ഡലമുണ്ട്. ഏതാണ് ആ നിയോജക മണ്ഡലം എന്ന് നിങ്ങൾക്കറിയുമോ? അതെ, നമ്മുടെ KT ജലീൽ അദ്ദേഹം മത്സരിച്ചു വരുന്ന നമ്മുടെ തവനൂർ മണ്ഡലത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലാത്ത ഒരു മണ്ഡലമാണ്. തീർന്നിട്ടില്ല, 12 വർഷം പഴക്കമുള്ള ഗവൺമെന്റ് കോളേജ്, അവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ട് പോലും ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം പിന്നെ പറയുക തന്നെ വേണ്ട. കോടികൾ മുടക്കിയ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് കുടിവെള്ളത്തിനും കാർഷികത്തിനും വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഇന്നും അതിന്റെ ചോർച്ച നിന്നിട്ടില്ല. കുടിവെള്ളത്തിന് വലയുന്നത് തവനൂരിലെ 3 പഞ്ചായത്തുകൾ. കോടികൾ മുടക്കിയ സ്നേഹപാത ഉദ്ഘാടനം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടുമില്ല. അശാസ്ത്രീയമായി നിർമ്മിച്ച മേൽപ്പാലം, അതിനാൽ തന്നെ റോഡിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് അതൊരു വലിയ ഭീഷണി തന്നെയാണ്. എന്തിനേറെ പറയുന്നു, പറയാനൊക്കെ ഒരു ബസ് സ്റ്റാൻഡ് പോലുമില്ല. കോടികൾ മുടക്കി ഉണ്ടാക്കിയ സ്റ്റേഡിയം, അവിടെ ഇപ്പോൾ പാമ്പുകളും പൈതാരുകളും നിറഞ്ഞ് കാട് മൂടിക്കിടക്കുന്നു. വികസനം എന്ന വാക്കിന്റെ ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ യോഗ്യതയില്ലാത്ത ഇദ്ദേഹമാണ് മറ്റു മണ്ഡലങ്ങളെയും മറ്റു സ്ഥാനാർത്ഥികളെയും നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വികസനം മുരടിച്ച ഈ ജലീൽ എന്ന ഈ ഒരു MLA, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കുടിവെള്ളത്തിന് പോലും ഇത്രയും ക്ഷാമം സംഭവിക്കുന്ന ഈ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം മറ്റുള്ള പാർട്ടിയെയും മറ്റുള്ള നേതാക്കന്മാരെയും കുറ്റം പറഞ്ഞ് നടക്കുകയല്ലാതെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു തരി വികസനം പോലും ചെയ്തിട്ടില്ല. തീർച്ചയായും നാളത്തെ പുലരി മെയ് 4 രാവിലെ ബാലറ്റ് ബോക്സുകൾ തുറക്കുന്ന സമയം തീർച്ചയായും തവനൂരിലെ ജനങ്ങൾ അത് തീർച്ചയായും നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിധി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ.